599 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പുതുതായി ഡിസൈൻ ചെയ്ത് 60 ദിവസം കൊണ്ട് 3000 പീസ് വിൽക്കുക എന്നുള്ള ചലഞ്ചിൻ്റെ 4ാം ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ സെലക്ട് ചെയ്തു. അതുപോലെ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത് 1200 രൂപയാണ്. അതിന് എങ്ങനെ 599 രൂപയിലേക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാനാണ് ഇന്ന് പരിശ്രമിക്കുന്നത്. പൊതുവേ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി, റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 3 സ്ട്രാറ്റജിയാണ് പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് MNC കമ്പനി, മൾട്ടിനാഷണൽ കമ്പനീസ്, അവർ ഇന്ത്യയിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അവരുടെ പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചോക്ലേറ്റ് കമ്പനികൾ പൊതുവെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പ്രീമിയം പ്രൊഡക്ട്സ് ആണെങ്കിൽ, പ്രീമിയം ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ, അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ആ ഇൻഗ്രീഡിയൻസിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, വിദേശ രാജ്യങ്ങളിൽ പ്യുവർ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് മിൽക്ക് പൗഡറായിട്ട് മാറും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ കൊക്കോ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് പാം ഓയിൽ, വനസ്പതി അങ്ങനത്തെ മെറ്റീരിയലായിട്ട് മാറ്റും. ഈ രീതിയിൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് മൾട്ടിനാഷണൽ കമ്പനികൾ അവർ റേറ്റ് കുറയ്ക്കുന്നത്. എന്നിട്ട് അവരുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള അവരുടെ കോമൺ പ്രൊഡക്റ്റിനെ ഇന്ത്യയിൽ പ്രീമിയം പ്രൊഡക്റ്റായിട്ട് അവർ പ്ലേസ് ചെയ്യും. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡയലൂഷനാണ്. നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അരക്കപ്പ് പാലിൽ അരക്കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് 1 കപ്പ് പാലായിട്ട് മാറും. നമ്മളെ വീടുകളിലും ചായക്കടകളിലും നമുക്ക് ദിവസം കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. വലിയ അളവിൽ വെള്ളം ചേർക്കുമ്പോഴല്ലാതെ ആർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു പാലിലെ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടി ലാക്ടോമീറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്. 1 ലിറ്റർ പാലിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് 1 ലിറ്റർ പാലായിട്ട് മാറും. അവിടെ 1 ലിറ്റർ പാലിൽ യഥാർത്ഥത്തിൽ 50% കോൺസെൻട്രേറ്റ് മിൽക്ക് ഉള്ളത്, ബാക്കി വെള്ളമാണ്. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോസ്റ്റ് കട്ടിങ് ത്രൂ റെഡ്യൂസിങ് അൺനെസസറി എക്സ്പെൻസസ്. പാക്കേജിങ്ങിലും അതിൻ്റെ ലേബലിലും ബോട്ടിലിങ്ങിലും അതുപോലെ തന്നെ വരുന്ന അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് കട്ട് ഡൗൺ ചെയ്യും. പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ 2 സ്ട്രാറ്റജിയും വളരെ വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള 2 ക്വാളിറ്റിയുള്ള പെർഫ്യൂം അവൈലബിൾ ആണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഗ്രേഡ്, 2 കോസ്മെറ്റിക് ഗ്രേഡ്. ഇൻഡസ്ട്രിയൽ ഗ്രേഡ് പെർഫ്യൂം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന വളരെ ഹാർഷ് കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പെർഫ്യൂമാണ്. കോസ്മെറ്റിക് ഗ്രേഡ് അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട്, IFRA സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് നിർമ്മിക്കപ്പെടുന്ന ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പെർഫ്യൂമാണ്. പൊതുവെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഗ്രേഡ് പെർഫ്യൂമിനെ കോസ്മെറ്റിക് ഗ്രേഡിനെ പകരമായിട്ട് മാർക്കറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡൈലൂഷനാണ്. പെർഫ്യൂം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DEP, DPG, IPM പോലെയുള്ള സോൾവെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നേരത്തെ പാലിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ 1 കിലോ പെർഫ്യൂമിലോട്ട് 1 കിലോ DEP അല്ലെങ്കിൽ DPG അല്ലെങ്കിൽ IPM ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 2 കിലോ ആയിട്ട് മാറും. ഇവിടെ DEPയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 രൂപ തൊട്ട് 300 രൂപയാണ് പെർ കിലോ. അതുപോലെ DPGയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 500 തൊട്ട് 700, 800 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്ക് വരുന്നത്. IPMന് ഏകദേശം 700 മുതൽ 1000 രൂപ വരെ വില വരുന്നുണ്ട് പെർ കിലോ. ഇവിടെ 1 കിലോ പെർഫ്യൂമിലോട്ട് 1 കിലോ ഈ സോൾവെൻറ്റ് ചേർക്കുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ പെർഫ്യൂമിൻ്റെ വാല്യൂ 6000 രൂപ പെർ കിലോ ആണെങ്കിൽ 6000 രൂപ വിലയുള്ള പെർഫ്യൂമിലോട്ട് 1 കിലോ DEP ചേർത്ത് കഴിഞ്ഞാൽ 2 കിലോയ്ക്ക് 6300 രൂപ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ DPG ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 750 രൂപ വിലയുള്ള DPG ആണ് ഈ പെർഫ്യൂമിലോട്ട് മിക്സ് ചെയ്യുന്നതെങ്കിൽ 2 കിലോ പെർഫ്യൂമിൻ്റെ വില 6750 ആയിട്ട് മാറുന്നു. ഇവിടെ IPM ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 കിലോ പെർഫ്യൂമിൻ്റെ വില 7000 ആയിട്ട് മാറുന്നു. ഇവിടെ 6000 എന്നുള്ളത് 7000 ആയിട്ട് മാറും. അപ്പോൾ പെർ കിലോയിൽ ഏകദേശം 2500 മുതൽ 3000 രൂപയുടെ വ്യത്യാസം കുറവ് ഉണ്ടാവും. ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, ഇൻഗ്രീഡിയൻറ്റിലോ അതേപോലെ ക്വാളിറ്റിയിലോ അതുപോലെ തന്നെ ഡൈലൂഷനിലോ ചെയ്യാതെ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യുക, അൺനെസറി എക്സ്പെൻസസ് കട്ട് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ കുറയ്ക്കാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം എന്ന് പറഞ്ഞാൽ 100% CPO, 100% കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിലാണ്. 99 രൂപ വിലയുള്ള പോക്കറ്റ് പെർഫ്യൂം നമ്മളൊരു കടയിൽ കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 18 രൂപ GST ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 30 രൂപ മുതൽ 40 രൂപ വരെ റീറ്റെയിൽ കസ്റ്റമറിൻ്റെ വാല്യൂ വരുന്നുണ്ട്.
അത് മാർജിൻ വരുന്നുണ്ട്. പിന്നെ 5 രൂപ മുതൽ 10 രൂപ വരെ ഹോൾസെയിൽ ക്ലയൻസിൻ്റെ മാർജിൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 100 ml ബോട്ടിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 12 ബോട്ടിൽ ചേരുമ്പോഴാണ് 100 ml ഓയിലാകുന്നത്. നമ്മളത് 100 ml ഒരു സിംഗിൾ ബോട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഓരോ ബോട്ടിലും, അതായത് 11 ബോട്ടിലിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ ബോട്ടിലിൻ്റെയും സ്റ്റിക്കറിൻ്റെയും എക്സ്പെൻസ് നമ്മൾ കട്ട് ഡൗൺ ആക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിനും ഹോൾസെയിലേഴ്സിനും കൊടുക്കുന്ന ഈ 30-40% മാർജിൻ നമ്മളിവിടെ കസ്റ്റമേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 1200 എന്നുള്ള വാല്യൂ 599 നമ്മൾ കൊണ്ടുവരുന്നത് ഈ രീതിയിൽ എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്തിട്ടാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.